ഹലോ ഗൈസ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ അമ്മയുടെ ഒരു സ്പെഷ്യൽ കഞ്ഞിയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം കർക്കിടക മാസം പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് അമ്മയുടെ ഒരു സ്പെഷ്യൽ കഞ്ഞി, അതിനെ കർക്കിടക കഞ്ഞി എന്നൊക്കെ പറയും. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. എൻ്റെ പേര് അജിൻ അഥവാ അപ്പൊ കഞ്ഞി ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ് ഇവിടെ അമ്മ അകത്ത്. അപ്പൊ നമുക്ക് അമ്മയുടെ അടുത്ത് പോയി കഞ്ഞിയുടെ പരിപാടിയൊക്കെ ആയെന്നൊക്കെ ചോദിക്കാം. അപ്പൊ കഞ്ഞിയുടെ പരിപാടി ഒക്കെ ഏതുവരെ ആയി? എല്ലാം ഇതുവരെ ആയിട്ടുണ്ട്. ഏതുവരെ ആയിട്ടുണ്ട്? ഇതുവരെ എന്ന് പറയുമ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറെടുത്ത് സാധനങ്ങൾ അതിലോട്ട് ഇടുന്നതാണ്. അപ്പൊ ഗൈസ്, ഇവിടെ കുറെ സാധനമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം. നമ്മളിപ്പോൾ കർക്കിടക കഞ്ഞിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കർക്കിടക കഞ്ഞി എന്ന് പറഞ്ഞാൽ പലരും പലതരത്തിലാണ് ഉണ്ടാക്കുന്നത്. ഞാനിന്നിൻ്റെ ചെറിയ രീതിയിലുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത്. അതിനാവശ്യമായ സാധനം ഉലുവ കഞ്ഞിയാണ് ഞാൻ വെക്കുന്നത്. പിന്നെ കർക്കിടക കഞ്ഞി എന്ന് പറഞ്ഞു, കർക്കിടക കഞ്ഞിയിൽ ഉലുവ കൊണ്ടുണ്ടാക്കുന്ന ഔഷധ കഞ്ഞി, അതാണ് കർക്കിടക മാസത്തിൽ ഉണ്ടാക്കുന്ന അതിനെ ഉലുവ കഞ്ഞി എന്ന് പറയും. ഉലുവ കഞ്ഞിയാണ് ഇത്. ഇത്രയും അളവിൽ 1 കപ്പ് ഉലുവ കുതിർത്തിയതാണ്. 8 മണിക്കൂർ കുതിർത്തിയതാണ് ഉലുവ. 8 മണിക്കൂർ കുതിർത്തണം. കുതിർത്തിയ ഉലുവയാണ്. അതിനനുസരിച്ച് ഇത്രയും ചെറുപയറുണ്ട്. പയർ 8 മണിക്കൂർ കുതിർത്തണം. പയർ വേണമെങ്കിൽ കുതിർത്ത അരിയിൽ കൂടെ ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ നമ്മൾ ഈ കുക്കറിൽ ഇടുന്നതിൻ്റെ കൂടെ തന്നെ ഇടാം. അതുപോലെ അരി, ഞങ്ങൾ സാധാരണ ഞവരരിയാണ് സാധാരണ കഞ്ഞി വെക്കുന്നത്. ഇന്ന് എനിക്ക് എൻ്റെ വീട്ടിൽ ഞവരരി ഇല്ലാത്തത് കൊണ്ട് ഞാൻ മട്ടയരിയാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും മട്ടയരിക്ക് ഇത്രയും ഉലുവ, ഇത്രയും പയർ, 1/2 കപ്പ് തേങ്ങ ചിരികിയതിൻ്റെ പാല്, 3 കഷ്ണം ചെറിയ ഉള്ളി, ഇത്രയും വെച്ച് ഞങ്ങൾ കഞ്ഞി വെക്കാൻ പോവുകയാണ്. ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം വെച്ച് നമ്മൾ കഞ്ഞി വെക്കാൻ പോവുകയാണ്. പിന്നെ ബാക്കി കഞ്ഞി വെക്കാൻ പോവുകയാണ്. നമ്മളെ വീട്ടിൽ വെക്കുന്നത് ഈ കഞ്ഞി കുടിക്കാൻ ആളില്ലാത്തത് കൊണ്ട് ഞാൻ മാത്രം കുടിക്കുന്നതാണ്. അതുകൊണ്ടാണ് അല്പം കഞ്ഞിയാണ് വെക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള ഉലുവ ഇട്ട്, ഇത്രയും അരി ഇട്ട്, ഇത് മട്ട അരിയാണ്. 2 പേർക്ക് കുടിക്കാനുള്ള കഞ്ഞി വരുള്ളൂ. 2 പേർക്ക്? അപ്പൊ എനിക്കില്ലേ? എനിക്ക് നനക്കും. വേറെ ഐശ്വര്യ അവള് കുടിക്കൂലല്ലോ, ഇന്നലെയും വെച്ചിട്ട്. ഇത്രയും പയർ. ഇനി ഇതിനാവശ്യമായ വെള്ളം. ഉള്ളി എപ്പോ ഇടും? അപ്പൊ ഇപ്പൊ ഇടുന്നത്, ഇപ്പൊ നമ്മള് സാധാരണ വെള്ളമല്ല അതിലിടുന്നത്, ഉള്ളി വെള്ളമാണ്. അപ്പൊ നിങ്ങൾ ഉള്ളി മിക്സ് ചെയ്ത് വെള്ളം വേണം അതിൽ ഒഴിക്കാൻ, അല്ലെങ്കിൽ കർക്കിടക കഞ്ഞി മൊത്തം പൊളി. ആവശ്യമായിട്ടുള്ള വെള്ളം വെച്ച് ഞങ്ങളൊരു 5 വിസിൽ കേൾക്കുന്നതുവരെ കുക്കറൊന്ന് അടച്ച് വെച്ച് വയ്ക്കും. ഈ 5 വിസിൽ എന്ന് പറയുമ്പോഴേ, വിസിൽ നമ്മൾ അടിക്കണോ അമ്മ അടിക്കോ? കുക്കർ അടിക്കും. 5 വിസിൽ വന്നതിന് ശേഷം 1 അരമുറി തേങ്ങ ചിരുകി പാലെടുത്ത് വയ്ക്കും. തേങ്ങ പാലായിട്ട് ഉപയോഗിക്കുന്നവർക്ക് പാലായിട്ട് ഉപയോഗിക്കാം, അല്ലാത്തവർക്ക് തേങ്ങ അതിനെ അടിച്ച് ചേർക്കുകയും ചെയ്യാം. നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. തേങ്ങ നമുക്ക് പാലായിട്ട് പിഴിഞ്ഞൊഴിക്കാം, അല്ലെങ്കിൽ തേങ്ങ അരച്ചൊഴിക്കാം. തേങ്ങ ചിരുകി മിക്സിയിൽ അടിച്ച് അതുപോലെ ഒഴിക്കാം. ഞാൻ പാലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്റെ അമ്മ പ്രിഫർ ചെയ്യണ പാലാണ്. അപ്പൊ നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാം. പിന്നെ എന്തായാലും കുക്കർ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പൊ വെയിറ്റ് ഫോർ 5 വിസിൽ. നിങ്ങൾക്കൊരു ടീമുണ്ട് പബ്ജി കളിക്കാൻ, എന്നാൽ ഇതാ ഒരു സുവർണ അവസരം. ക്ലച്ച് ഓൺ BGMA ടൂർണമെന്റ്, അവരുടെ ആദ്യത്തെ ടൂർണമെന്റ് ആണ് ഗൈസ്. ഇതിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1000 രൂപ ഒരു ടീം കൊടുക്കുന്ന ടീമിന് 10 ഇരട്ടി ക്യാഷ് ബാക്ക് ആണ്. അതായത് 10000 രൂപയാണ് ഫസ്റ്റ് പ്രൈസ് അവർ കൊടുക്കുന്നത്. കൂടാതെ സെക്കൻഡ് പ്രൈസ് 5000 രൂപ, തേർഡ് പ്രൈസ് 2500 രൂപ. അതുപോലെ തന്നെ ഇവരുടെ കയ്യിൽ 800 ടൂർണമെന്റ് അവർ നടത്തുന്നുണ്ട്, 600 നടത്തുന്നുണ്ട്, 400 നടത്തുന്നുണ്ട്, 200 നടത്തുന്നുണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് ആലോചിച്ചാൽ മതി. 200 ഒരു ടൂർണമെന്റ് ഒരു ടീമിലെ ഒരു പേഴ്സൺ കൊടുക്കാതെ തന്നെ വെറും 50 രൂപ മാത്രം.
കൊടുക്കുന്നതിന്റെ 10 ഇരട്ടിയാണ് അവർ ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത്. അപ്പൊ ഇനി എന്തിനു വെയിറ്റ് ചെയ്യണം? ഒരു ടീം സെറ്റ് ചെയ്ത് നിങ്ങൾ വേഗം പോയി ടൂർണമെന്റ് കളിക്ക്. വീട്ടിൽ ഫോൺ ഉപയോഗിച്ച് പബ്ജി കളിച്ച് വീട്ടുകാരെ ഫുൾ സമയം വഴക്കും കേട്ടിരിക്കുന്നവർക്ക് ഇതാ ഒരു സുവർണ്ണ അവസരം. നിങ്ങളെ ഗെയിം പ്ലേ വെച്ച് നിങ്ങൾക്ക് സമ്പാദിക്കാനും നിങ്ങൾക്ക് വീട്ടുകാരുടെ മുമ്പിൽ എനിക്ക് ഇതാണ് എന്റെ ഫീൽഡ് അല്ലെങ്കിൽ ഇതിലോട്ട് എനിക്ക് തിരിയണം നിങ്ങൾ കാണിച്ചു കൊടുക്കാൻ ഒരു സുവർണ്ണ അവസരം. അപ്പൊ അവരുടെ ഫസ്റ്റ് സീസൺ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ആളുകൾ കുറവായിരിക്കും. വലിയ വലിയ പ്രോ പ്ലേയേഴ്സ് കയറാനും ഇനി കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പൊ ഇപ്പൊ നിലനിൽക്കുന്ന കുറച്ച് രജിസ്ട്രേഷൻ ഒക്കെ ഉണ്ട്. അതിൽ കൂടുതൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് അതിൽ പോയി കയറിക്കുക. കാരണം സ്ലോട്ടുകൾ കുറച്ച് അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൂടാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വിവരം വേണമെങ്കിൽ ക്ലച്ച് സോൺ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിലോ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അപ്പം പബ്ജി കളിക്കുന്നവർക്ക് ഇതിൽ കൂടുതൽ എന്തോന്ന് വേണം? ഗൈസ്, നമ്മളെ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങി നിൽക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ അമ്മാടിയോട് കഞ്ഞി വെക്കും. അമ്മയുടെ കൈപ്പുണ്യത്തിനെ കുറിച്ച് എനിക്ക് അവിടെ വേറെ ഡിബേറ്റോ പരിപാടിയോ ഒന്നുമില്ല. പക്ഷേ കഞ്ഞി കുടിച്ചിട്ട് നമ്മൾക്ക് തിന്നി ചെല്ലിൻ്റെ കയറണമെങ്കിൽ എങ്ങനെ? അപ്പം ഞാൻ ആലോചിക്കണമെന്ന് വെച്ചാൽ കഞ്ഞി കുടിച്ചിട്ട് കൊള്ളൂല എന്ന് പറയാം. അമ്മ ജസ്റ്റ് ഒരു പ്രാങ്ക് ചെയ്യാം, കഞ്ഞി കൊള്ളൂല, ഒരു സുഖമില്ല, കഴിക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. അപ്പോൾ അവരെ റിയാക്ഷനും ബാക്കിയുള്ള പരിപാടിയും കൂടി നമുക്ക് കാണാം. എനിക്ക് ഉറപ്പുണ്ട് കഞ്ഞി അടിപൊളിയായിരിക്കും. ചിലപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഇറക്കി വിടായിരിക്കും, ചിലപ്പോൾ ചപ്പാത്തി പോലെ അവിടെ തലയടിക്കും. ട്രൈ ഇറ്റ് യുവർ ഓൺ റിസ്ക്. അപ്പോൾ ഞാൻ എന്തായിരുന്നാലും ഇത് ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് എനിക്ക് വീട്ടിനകത്തുനിന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് വെളിയിറങ്ങി വന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി നോക്കാം. കുക്കർ പൊട്ടൻ ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. അമ്മ അത് കുക്കർ തുറക്കാൻ പോകുന്നു. മൽപ്പെടുത്താം. ഇത് വെള്ളമെല്ലാം വറ്റിപ്പോയില്ല അമ്മ? അല്ല, ഇത് കണക്കിനെല്ലാം വെന്ത് ഞാൻ ഒഴിച്ച വെള്ളത്തിന് നല്ല പാകമായി കഞ്ഞിയായിട്ടുണ്ട്. കണ്ട മട്ട അരിയാണ് വെച്ചത്. ഈ അരിയിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത്. ഉപ്പ് ആദ്യമല്ലേ ഇടുന്നത്? ഇല്ല, എല്ലാം വെന്തതിന് ശേഷം. അങ്ങനെയാണ്. അപ്പൊ വെന്തതിന് ശേഷമല്ലേ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുള്ളൂ. ഉപ്പ് ഇതൊക്കെ വെക്കുമ്പോ ആദ്യമേ ഉപ്പിടൂലേ? ഇല്ല. ആര് പറഞ്ഞു? തള്ളല്ലേ സുജാത വെറുതെ. നമുക്ക് രാവിലെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഇതിൽ ചേർത്ത് ആവശ്യത്തിന് കട്ടിയാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. ചൂട് വെള്ളമാണ് ഒഴിക്കാനുള്ളത്. ഇത് അപ്പോൾ നമ്മൾ ചൂടാക്കിയ വെള്ളം നമ്മളതിൽ ചൂട് വെള്ളം ഇരിപ്പുണ്ട്. അതിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിക്കണോ തേങ്ങാപ്പാൽ ഒഴിക്കണം? രണ്ടും ഒഴിക്കണം. വെള്ളം കുറവായത് കൊണ്ട് തേങ്ങാപ്പാൽ ഒഴിക്കും, വെള്ളവും ചേർത്ത്. ഒഴിക്കാൻ പോവുകയാണ്. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തൊന്ന് ചൂടാക്കണം ലൈറ്റായിട്ട്. ഇത്രയും വെള്ളം വേണ്ടെങ്കിൽ കുറച്ച് വെള്ളം കുറയ്ക്കണം. ഇതല്പം വെള്ളം കൂടിപ്പോയി. പക്ഷെ അത് ചൂടായി വരുമ്പോഴത്തേക്ക് ഇരുന്ന് നന്നായിട്ട് ആവശ്യത്തിനുള്ള കട്ടിയായിക്കോളും. ഇതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കി ആവശ്യത്തിന് ഉപ്പ് നോക്കാം. ആവശ്യം ഉപ്പെല്ലാം പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് നെയ്യ് ചേർക്കാം. നെയ്യ് വേണമെന്നുള്ളവർക്ക് നെയ്യ് ചേർക്കാം. പക്ഷെ ഇവിടെ എനിക്ക് നെയ്യ് ഇഷ്ടമില്ല. എനിക്കും വേണ്ട നെയ്യ്. എനിക്കും നെയ്യ് വേണ്ട. അതുകൊണ്ട് നമ്മൾ നെയ്യ് ചേർക്കുന്നില്ല. ആവശ്യമുള്ളവർക്ക് നെയ്യും ജീരകവും 1/2 ടീസ്പൂൺ ജീരകവും ആവശ്യത്തിന് നെയ്യും ചേർത്ത് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് പാനി വെച്ച് അപ്പം മനസ്സിലായ നെയ്യ് ഇതിലിടാം ആക്ച്വലി. പക്ഷെ നെയ്യ് ആവശ്യമുള്ളവർക്ക് ഇട്ടാൽ ഇനി നമുക്ക് നെയ്യ് ഇഷ്ടമില്ല, അതുകൊണ്ട് നമ്മൾ നെയ്യ് ഇടുന്നില്ല. നെയ്യും ജീരകവും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം, അല്ല ഇട്ടേ നിർബന്ധം ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഇല്ല. ഓക്കെ, കഞ്ഞി എല്ലാം റെഡിയായി. അപ്പം അമ്മ അവിടെ കഴിക്കാൻ വേണ്ടി എടുത്ത് വെക്കുകയാണ്. അപ്പം ഇനിയാണ് നമ്മളെ പ്ലാൻ തുടങ്ങാൻ പോണത്. അപ്പം അമ്മയുടെ കയ്യിലിരിക്കുകയാണ് കഞ്ഞി. അപ്പം അമ്മ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഒരല്പം തിക്നെസ് കൂടി വേണമെന്നുള്ളവർക്ക് അല്പം തിക്നെസ് കൂട്ടിയിട്ടാ. നമ്മള് അങ്ങനെ തിക്നെസ് കൂട്ടും. വെള്ളം കൂട്ടണം? വെള്ളം കൂട്ടണ്ട, വെള്ളം കുറയ്ക്കണം. വേണമെന്നുള്ളവർക്ക് നമുക്ക് ഇത്രയും വെള്ളം വേണമെന്നുള്ളത് ഞങ്ങൾ ഇത്രയും വെള്ളത്തിലെടുത്ത്. ഓക്കെ, അടിപൊളി സൂപ്പർ കഞ്ഞി. ഗൈസ്, ഇതാണ് കഞ്ഞി. നമ്മൾ കുടിച്ചു നോക്കാൻ പോവുകയാണ്.
എന്നാൽ ശരിക്കും ഇതൊരുമാതിരി അഴുക്ക് കഴിക്കണം എനിക്ക്. അത് എന്തോ പറയാ, ഒരുമാതിരി ഈ ഓടയെന്നൊക്കെ ഉള്ള വെള്ളങ്ങളൊക്കെ ഇരിക്കുന്നു. നിങ്ങൾക്ക് അറിയാമോ? ശരിക്കും അറിയാൻ തന്നെ വെച്ച കഞ്ഞി? എനിക്കറിയാം, നല്ല അടിപൊളിയായിട്ട് കഞ്ഞി വെക്കണം. അല്ല, സീരിയസ് ആയിട്ട് പറയണം. അത് ഒരുമാതിരി ഉലുവയില്ല. അത് നിങ്ങൾ കഴിച്ചു ഈ റോഡിൽ ഓടയിലൊക്കെ കിടക്കൂലി കാട വെള്ളം, അത് കണക്കിലൊരു കയ്പ്. അത് ഉലുവയും ചെറുപയറും നല്ല മട്ടയരിയും തേങ്ങാപ്പാലിൽ വേവിച്ചെടുത്തതിൽ ഒരു മാറ്റവും ഇല്ല. ഇല്ല ഗൈസ്, നമ്മൾ കൊള്ളാക്കി സാധനം കൊള്ളാന്ന് പറയും, കൊള്ളൂലെങ്കിൽ കൊള്ളൂലെന്ന് തന്നെ പറയും. ഇവര് ആദ്യമേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഇവരിങ്ങനെ കുറെ ഉലുവയും കുറെ പയറും തേങ്ങ പല കാര്യത്തിലും മനുഷ്യന്മാര് കഞ്ഞിയിൽ ഒഴിക്കും. ഇപ്പോൾ അതിന്റെ കയ്പാണ് നമ്മൾ കഴിക്കുന്നില്ലേ? ഒരു കയ്പില്ല, അഴുക്ക ഒരു സ്മെല്ല് മുളച്ചു നോക്ക്, ഒരു അഴുക്ക സ്മെല്ലില്ലേ? ഈ കള്ളം പറയണം. ഞാൻ കള്ളാൻ പറയുന്നു. ഞാൻ എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഒറിജിനൽ സാധനം കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ട്. ഇത് കുറെ ഭവിഷ്യത്തുള്ള സാധനമാണ്. ഇത് കഴിച്ചാൽ നിങ്ങൾക്ക് ഷുഗർ കുറെ കുറയും, പിന്നെ സ്കിൻ ഗ്ലോ ആവും, നിങ്ങളെ കോൺസ്റ്റിപ്പേഷൻ പോവും, വയറ് സംബന്ധമായ അസുഖം പോകുമ്പോൾ വെയിറ്റ് കുറയും, ഫാറ്റ് ലോസ്, അങ്ങനെ കുറെ പരിപാടി ഗുണമുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യിപ്പിച്ചത്. പക്ഷേ നിങ്ങൾക്ക് ഞാൻ ഒരു സോറി പറയാനുണ്ട്, ഇവരിങ്ങനെ ഇത് കൊള്ളാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഐ ആം റിയലി സോറി ഗൈസ്. അപ്പം അത് ഭയങ്കര എനിക്ക് പേഴ്സണലി ഭയങ്കര കയ്പാണ്. നമ്മുടെ ഐശ്വര്യം വന്നിട്ട് അവളെ കൂടെ ടേസ്റ്റ് ചെയ്യും, ഭയങ്കര കയ്പ്, ഒരു പ്രത്യേക സ്മെല്ലും ഉണ്ട്. അതെന്തത്? ഇപ്പോ അതിനെ കയ്പ് സത്യമായിട്ടും കഴിക്കണേ. അത് ഉലുവ, എനിക്ക് കയ്പൊന്നുമില്ല. നമ്മള് കൊള്ളാക്കി കൊള്ളാന്ന് പറയും, കൊള്ളൂലാത്തോണ്ടാണ് കൊള്ളൂലാന്ന് പറഞ്ഞത്. നന്നായിട്ടുള്ള സൂപ്പർ കഞ്ഞി. അവര് വെച്ചല്ലേ പറ്റുള്ളൂ, അവർക്കത് പറഞ്ഞല്ലേ പറ്റുള്ളൂ സൂപ്പർ കഞ്ഞിയെന്ന്. എന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ന് അമ്മയെ ഇങ്ങനെ പറ്റിക്കണമെന്നായിരുന്നു. കഞ്ഞി ശരിക്കും പറഞ്ഞ അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ നില്ലേ പിണങ്ങാതെ, ഞാൻ അമ്മയെ ചുമ്മാ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശരിക്കും ഞാൻ നേരത്തെ വീടിന്റെ പകുതി വെച്ച് വെളിയിൽ പോയി ഞാൻ പറഞ്ഞതാണ്, നമ്മൾ അമ്മയെ കഞ്ഞി വെച്ചതിന് ശേഷം ഇന്ന് കൊള്ളൂല എന്ന് പറയുമ്പോ അമ്മ ഇന്ന് എന്ത് പറയും നോക്കാൻ വേണ്ടിയിട്ടാണ്. ആശാത്തി കുറച്ചൊക്കെ പേടിച്ച് കൊള്ളൂലെന്ന് പറഞ്ഞപ്പോ ഒരുമാതിരിയൊക്കെ ആയി. കയ്പ് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ പിന്നെ എനിക്ക് സങ്കടമല്ല, മുഖമൊക്കെ മാറി. ക്യാമറ ഓൺ ആയിരുന്നോണ്ട് നമ്മൾ ജസ്റ്റ് മിസ്, അല്ലെങ്കിൽ കഞ്ഞി എന്റെ തലയിൽ കൂടി ഇരിക്കുമായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞ കഞ്ഞി അടിപൊളി കഞ്ഞിയാണ്, നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഞാൻ ചുമ്മാ ഒന്ന് അമ്മയെ ഒന്ന് പറ്റിക്കണം. അത് പറയും കൊള്ളൂല എന്ന് പറഞ്ഞ അമ്മ ഉണ്ടാക്കുന്ന സാധനം എല്ലാം കയ്പുണ്ടെങ്കിലും അത് നിങ്ങൾ ഇവിടെ ഒന്ന് കഴിക്കുന്നത് മനസ്സിലാവും. ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ ചോറിന്റെ ഇത് തന്നെ ഇട്ടല്ല, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും, കിടിലാണ്. അപ്പം എനിക്ക് അമ്മയുടെ അടുത്ത് പറയുമ്പോ അമ്മയുടെ റിയാക്ഷൻ എങ്ങനെ നടന്നു. പക്ഷെ അമ്മയുടെ മോക്ക് അങ്ങ് മാറി ചുമന്ന് ഞാൻ കുളിച്ച് ആശാത്തിന് പേടിച്ച് കഴിച്ചു, ഒന്ന് ഇതായി, അയ്യോ പണി പാളി, അങ്ങനെയൊക്കെ ആയിപ്പോയി. അപ്പം സൂപ്പർ കഞ്ഞി. കഞ്ഞിക്ക് ഞാൻ പിന്നെയും പറഞ്ഞ കുറെ ന്യൂട്രിയൻസ് ഉണ്ട്. ഇത് ഷുഗറിന് നല്ലതാണ്, കോൺസ്റ്റിപ്പേഷൻ, വയറ് മുടക്കം, അങ്ങനെയുള്ള പരിപാടികൾക്ക് എല്ലാം നല്ലതാണ്. വെയിറ്റ് ലോസ്, ഗ്ലോ ചെയ്യുന്ന കുറെ നല്ല ഗുണമുള്ളതാണ്. അപ്പൊ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ ഇത് ഈ മാസം വീട്ടിൽ ഉണ്ടാക്കി കുടിക്കുക. കുറെ ഹെൽത്ത് ഓപ്ഷൻസ്, കുറെ പരിപാടികളുള്ളതാണ്. അപ്പൊ നല്ലൊരു ആഹാരമാണ്. കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസവും കുടിക്കണം. 7 ദിവസം ഗുണം കിട്ടുള്ളൂ ഗൈസ്. അപ്പൊ നിങ്ങളത് മുടങ്ങാതെ കുടിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഗൈസ്, ഞാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ പറ്റുന്ന പോലെ വീഡിയോ ഇടും, പറ്റാത്ത ദിവസങ്ങളിലൊക്കെ പറ്റും പോലെയൊക്കെ ഞാൻ വീഡിയോ ഇടാൻ നോക്കാം. ആ കാര്യം പറഞ്ഞോണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ബൈ 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 ഫ്രം എടാ അജിനെ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.